എടോ, ബാബു ആ കള്ളവാറ്റുകാരനെ തല്ലിയത് നമ്മുടെ സാമൂഹ്യന് വേണ്ടിയാണ്. അതിന് നീ എന്തിനാ അവനോട് പകരം ചോദിക്കാൻ പോയി? വേറെയും കാരണമുണ്ട് മുതലാളി, അറിയാമല്ലോ. അന്ന് ആ DFO കൊന്ന കേസിൽ എന്നെ ഒറ്റിക്കൊടുത്ത അവനാ. മുതലാളി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ കഴുത്തിൽ കയറ് വീഴില്ലായിരുന്നു. ആവശ്യമില്ലാതെ ഒരുത്തൻ ലോറി കയറ്റി കൊന്നിട്ട് ഒന്നും അറിയാത്ത എന്നെ ഫോറസ്റ്റുകാരെ കൊണ്ട് തല്ലിച്ച അവനല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ ബാബു? ഇനിയും വേണ്ടാണ്ട് ലോക്കപ്പിൽ കയറിയാൽ ഇതുപോലെ ഇറക്കിക്കൊണ്ടുവരാൻ പ്രയാസാവും. ഞാനും ഹുസൈനും സ്നേഹത്തിലായിരുന്ന കാലത്ത് ബാബു എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. സഖാവ് കുമാരനെ അടക്കിയ കേസ് അറിയാൻ പറ്റും. അതുകൊണ്ട് സ്നേഹമില്ലെങ്കിലും തൽക്കാലം അവനെ നമ്മുടെ ശത്രുവാക്കണ്ട, മനസ്സിലായോ? എന്താടാ നിങ്ങൾ ആമേനെ തച്ചത് ശരിയായില്ല. പിന്നെ മുഖത്ത് നോക്കി ആൺകുട്ടിയാണെന്ന് ചോദിച്ചാ തല്ലാതെ ഉമ്മ കൊടുക്ക? ഒന്നുമില്ലല്ലോ, അവളൊരു പെൺകുട്ടിയല്ലേ. പെൺകുട്ടിയാലും ആൺകുട്ടിയാലും തോന്നിയാസം പറഞ്ഞ എനിക്കൊരു പോലെ. ആമി വാ. ഇനിയും തല്ലാനാ? ഞാനല്ലാതെ വേറെ ആരാ നിന്നെ തല്ലാൻ? വാ ചോദിക്കട്ടെ. എന്താ ചോദിക്കാൻ? നിനക്ക് വല്ലാണ്ട് വേദനിച്ചോ? പിന്നല്ലാണ്ട്, ഇരുമ്പ് കണ്ടം പോലത്തെ കൈ കൊണ്ട് തച്ചാ. പോട്ടെ, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ അറിയാണ്ട് അങ്ങനെ പുറത്താ. അത് നിങ്ങൾ എന്നോടല്ലേ പറയേണ്ടത്. ആ ഡോക്ടർ പൊരക്കാർ എന്തൊക്കെ അഹമ്മതി ഞങ്ങൾ കാണിച്ചത് അവിടെ ചെന്ന് പറയണം പൊറുക്കാൻ. ഈ എന്തിനാ ഇന്നലെ കണ്ട ഓളെ പാകം ചേർന്നേ? എന്ന് കണ്ടാലും ഓല് നല്ല പെണ്ണുങ്ങളാ, അല്ലെങ്കിൽ പഠിച്ചുമ്പോ നിങ്ങൾക്ക് പാവം കിട്ടും. അത് ഞാൻ ഏറ്റോളാം. ഓ നില്ല വിടി. മുത്തുക്കൂടങ്ങളെ പൈതങ്ങളെ മുത്തച്ഛനിന്നൊരു കഥ പറയാം. ചിറകുള്ള കുതിരമേ വാനിൽ പറക്കുന്ന രാജകുമാരന്റെ കഥ പറയാം. അത് വേണ്ട, അത് ഞങ്ങൾ കൊറേ കേട്ടതാ. വെള്ളി നിലാവൊരു തുള്ളി കട്ടു മിന്നാം മിനുങ്ങ്, ആഹാ മിന്നാം മിനുങ്ങ്. ഒളിക്കാനും വയ്യ, എങ്ങും മറയ്ക്കാനും വയ്യ. തൊണ്ടിയും കൊണ്ട് പരക്കം പായണം മിന്നാം മിനുങ്ങ്, കള്ളൻ മിന്നാം മിനുങ്ങ്. വെള്ളി നിലാവൊരു തുള്ളി കട്ടു മിന്നാം മിനുങ്ങ്, ആഹാ മിന്നാം മിനുങ്ങ്. പ്രസാദിന്റെ കടയിൽ അട്ടിമറിക്കാരുടെ കച്ചറ. എന്താ കാര്യം? നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് ഞാൻ എന്ത് പഴിച്ചു? ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാ. ഒന്ന് പോണേ. എന്താടാ നീ കാണിച്ചത്? നിന്റെ തന്തയുടെ പ്രായം ഉണ്ടല്ലോ ബാബു, നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. എടുത്ത് കെട്ടിക്കൊടുക്ക. ഞങ്ങളെ യൂണിയനോട് കഴിച്ചാൽ അടിച്ച് നിന്റെ പല്ല്. അവന്മാരവിടെ കാര്യം ഇരുന്നല്ലേ ഉള്ളൂ. ആ കസേര ഒന്ന് ഉറച്ചോട്ടെ, എന്നിട്ട് മതി നിന്റെയൊക്കെ ഭരണം. മാധവ സാറേ, ഒരാൾ ബോധം കെട്ടി കിടക്കുന്നു, ഒന്ന് ആസ്പത്രി വരെ. ശരി വാ. വെക്കണ അവിടെ. ചുമടെടുക്കാനാണെങ്കിൽ ഇവിടെ യൂണിയൻകാരുണ്ട്. വേറെ ഒറ്റ ഒരുത്തം തൊട്ട് പോരുത്. എടുത്ത് കേട്ടടാ. കുഞ്ഞുമാതമ്മേ, നിങ്ങളുടെ മോനെ തല്ലുകൊണ്ട് ആശുപത്രിയിൽ എടുത്തിരിക്കുന്നു. കേറാൻ. സാർ, ഇയാൾ കൂലിത്തല്ലുകാരൻ, പേര് ബാബു. അന്വേഷിച്ചപ്പോ ഇവിടെ തന്നെ അറിയാത്തവരില്ല. ഇപ്പൊ ചിലരെ തല്ലിയല്ലോ, അതിനാരാ കൂലി തരുന്നത്? ആരും തരില്ല. കൊല, കൊള്ള, ബലാത്സംഗം, അതോ മൂന്നും ചേർന്നോ? എന്തൊക്കെയായിരുന്നു കുറ്റങ്ങൾ? ഇതൊന്നും ഞാൻ ചെയ്യാറില്ല.
ഓ ശുദ്ധ സ്റ്റണ്ടേ ഉള്ളു കയ്യിൽ. അപ്പൊ ആന്റി ഹീറോ ആണല്ലോ. നേരെയല്ലടാ, താനിപ്പോ നേരിട്ടവർ ഇവിടുത്തെ ശക്തിയുള്ള ഒരു യൂണിയനിൽപ്പെട്ടവരാണെന്ന് അറിയാം. അവരാണ് ഇവിടം ഭരിക്കുന്നതെന്നും. അതുകൊണ്ടല്ലേ സാറേ ഞാൻ പറഞ്ഞത് അവർ കേറി ഇരുന്നല്ലേ ഉള്ളൂ, ആ കസേര ഒന്ന് ഉറച്ചോട്ടെന്ന്. ആ, നാട്ടിൽ നടക്കുന്ന അക്രമവും അഴിമതി ഒതുക്കാനാണ് സർക്കാർ യൂണിഫോമും ശമ്പളവും തന്ന് ഞങ്ങൾ ചിലരെ നിർത്തിയിരിക്കുന്നത്. ആ തൊഴിൽ താൻ ഏറ്റെടുക്കരുത്, മനസ്സിലായോ? ഈ നിലയിൽ നാം തമ്മിൽ ഒരിക്കൽ കൂടി കണ്ടാൽ തനി പോലീസ് മുറയിൽ എനിക്ക് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. സുധീർ സർ. തല്ലുകൊണ്ടവരുടെ കംപ്ലൈന്റ് അനുസരിച്ച് കേസ് ചാർജ് ചെയ്യും. ശരി സാർ, വരൂ.